3 വർഷത്തിലേറെ നീണ്ട റഷ്യ യുക്രൈൻ സംഘർഷം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് വരുന്നത്. റഷ്യയും യുക്രൈനും കരിങ്കടലിൽ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചതായി അമേരിക്ക അറിയിച്ചു. വെടിനിർത്തൽ നടപ്പാകും മുൻപ് റഷ്യൻ കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്ന നിലപാട് റഷ്യ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം കരാർ നടപ്പാക്കുന്നത് മുതൽ കരിങ്കടലിൽ റഷ്യൻ സൈനിക കപ്പലുകൾ വിന്യസിച്ചാൽ ധാരണയുടെ ലംഘനമാകുമെന്നും യുക്രൈൻ പറഞ്ഞു. വിവരങ്ങൾ നൽകുന്നത് ഐസൺ ജോസാണ്. ഐസൺ, അപ്പോൾ ധാരണകൾ എന്തൊക്കെ ഉണ്ടായി? ഏതായാലും വെടിനിർത്തൽ ഉണ്ടാകുന്നു, പ്രാബല്യത്തിൽ വരാനുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നിലുള്ളത്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ, വെടിനിർത്തലിന്റെ ഒരു പ്രതീക്ഷ തന്നെയാണ് മുന്നിലുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ കരിങ്കടലിനെ സംബന്ധിച്ചിടത്തോളം 3 സുപ്രധാന തുറമുഖങ്ങളാണ് യുക്രൈനെ കരിങ്കടലിലുള്ളത്. ആ പോർട്ടുകൾ വഴിയാണ് വൻതോതിൽ ധാന്യ കയറ്റുമതി നടത്തി ആ രാജ്യം വലിയ രീതിയിൽ വിദേശ നാണ്യം സമ്പാദിക്കുകയും ചെയ്യുന്നത്. ആ സംവിധാനം മുഴുവൻ തകർന്ന ഒരു പശ്ചാത്തലമായിരുന്നു യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെ ഉണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കരിങ്കടലിലെ, അതായത് ബ്ലാക്ക് സീയിലെ എല്ലാ കമേഴ്ഷ്യൽ കപ്പലുകളും, അതായത് വാണിജ്യ കപ്പലുകളെല്ലാം തന്നെ സുരക്ഷിതമാകുന്നതിന് വേണ്ടി കരിങ്കടലിൽ വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ഈ തീരുമാനത്തെ പൂർണ്ണമായും റഷ്യയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളും ഈ കരിങ്കടലിലെ യുദ്ധം അല്ലെങ്കിൽ കരിങ്കടലിലെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഒരു ധാരണയിലെത്തിയതോടുകൂടി അവിടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയും സ്വാഭാവികമായ രാജ്യത്തിന്റെ ആ ഒരു സുരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ രണ്ട് രാജ്യങ്ങളും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരിങ്കടലിൽ വെടിനിർത്തൽ ധാരണ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് അമേരിക്ക ഔദ്യോഗികമായി സൗദി അറേബ്യയിലെ ഇരു രാജ്യങ്ങളുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് രണ്ട് ഭാഗത്തു നിന്നും കൃത്യമായ ചില നിയന്ത്രണങ്ങളും ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം നേരത്തെ റഷ്യ സൂചിപ്പിച്ചതുപോലെ റഷ്യയുടെ പല ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഭക്ഷ്യ കയറ്റുമതി സ്ഥാപനങ്ങൾക്കുമെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പല ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉപരോധങ്ങൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം ഇനി ഈ വെടിനിർത്തൽ നടപ്പായതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക വിന്യാസം കരിങ്കടലിൽ നടക്കുകയാണെങ്കിൽ ആ കരിങ്കടലിൽ നടക്കുന്ന സൈനിക വിന്യാസം ആരംഭിക്കുന്ന ദിവസം മുതൽ വെടിനിർത്തൽ ഇല്ലാതാകുമെന്ന നിലപാടാണ് യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി ഒരു ധാരണയിലെത്തിച്ച് ആദ്യഘട്ട വെടിനിർത്തൽ അല്ലെങ്കിൽ കരിങ്കടലിലെ പൂർണ്ണമായ വെടിനിർത്തൽ തന്നെ നടപ്പാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങളെല്ലാം തന്നെ യുക്രൈൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്നതാണ്. അതുപോലെ തന്നെ വെടിനിർത്തൽ ധാരണ ദീർഘിപ്പിക്കാൻ തയ്യാറുമാണ് എന്ന് വളരെ കൃത്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് നീങ്ങുന്നു. നമുക്കറിയാം, 3 വർഷത്തിന് ഏറെയായി ഈ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് അത് വെടിനിർത്തൽ ധാരണയിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, റഷ്യ ഈ ചർച്ചയിൽ എടുത്ത നിലപാട് വെടിനിർത്തലിന് തയ്യാറല്ല, പക്ഷേ അത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ ധാരണ ഉണ്ടാകൂ എന്നാണ് അറിയിച്ചത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം തന്നെയായിരുന്നു റഷ്യയുടെ ഇത്തരത്തിലുള്ള ഭക്ഷ്യ കയറ്റുമതി അതുപോലെ തന്നെ അനുബന്ധമായ കയറ്റുമതികൾ, ബാങ്കിംഗ്, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കെല്ലാം നേരെ വന്ന ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാട് റഷ്യ മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ തീർച്ചയായും യുദ്ധം അവസാനിക്കുന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ കരുതാം. ശരിയായി സർ.